ആശാ വർക്കർമാരുടെ സമരം 10 ഫെബ്രുവരി 2025 തുടങ്ങിയ സമരം നവംബർ 1 സമാപിക്കുകയാണ്. അവരിന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് 266 ദിവസം തികച്ച് അവര് വിജയം നേടി പോവുകയാണ്. അവർക്ക് എന്താന്ന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സമരം തുടങ്ങിയിട്ട് 265 ദിവസമായി. ഇപ്പം നാളെയാണ് സമരം, നാളെ 1 കേരള പ്രദേശ സമരം തീരാൻ പോവാണ്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു. ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം അതൊരു 1000 രൂപയാണ്. അത് തുച്ഛമായിട്ടുള്ള തുകയാണ്. പക്ഷെ അത് ഞങ്ങൾ പൊരുതി നേടിയൊരു നേട്ടമാണ്. കാരണം 265 ദിവസം സ്ത്രീകൾ ആരോഗ്യരംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആശമാർ ഈ തെരുവിൽ ഫെബ്രുവരി 10 വരുന്നത് ഒരു ദിവസം 700 രൂപ മിനിമം വേതന ആവശ്യപ്പെടുന്നതാണ് ഒരു ദിവസം. അതുപോലെ പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് ഒരു 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഞങ്ങൾ കരുതിയത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരോഗ്യമന്ത്രിയും സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വിളിച്ച് ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. 233 രൂപയാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അത് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് പകരം ആക്ഷേപിച്ചും പരിഹസിച്ചും അപമാനിച്ചും 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടും 260 ദിവസം സർക്കാർ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് അതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം തൊഴിലാളികളാണ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കേണ്ടുന്നത്, പ്രത്യേകിച്ച് ഇതുപോലൊരു ജോലി ചെയ്യുമ്പോൾ കൂലി കൊടുക്കുന്നത് ഗവൺമെന്റാണ്. കോവിഡ് കാലത്ത് കേരളത്തിന്റെ ജനതയെ നിലനിർത്തിയത്, അതിന് അടിസ്ഥാന പ്രവർത്തനം ചെയ്തത് ആശാവർക്കർമാരാണ്. അത് കോവിഡ് രോഗികളെ അവിടെ പരിചരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ക്വാറന്റൈൻ, വാക്സിനേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഭക്ഷണം എത്തിക്കുന്നതിൽ, മരുന്ന് എത്തിക്കുന്നതിലൊക്കെ മറ്റ് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം തുല്യനിലയിൽ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അത് ഒന്ന് അംഗീകരിക്കാം. ഗവൺമെന്റ് അന്ന് കോവിഡ് പോരാളികളെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വേതനം ചോദിക്കുമ്പോൾ അത് മറന്നു പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഡിമാൻഡ് വെച്ചുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്ക് വന്നു. ഞങ്ങൾ ഈ സമരമുഖത്ത് വരുമ്പോൾ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണം. പാവപ്പെട്ട തൊഴിലാളിയോട് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനാണ് സർക്കാർ അനുകൂല ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുന്ന ഓണററി വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് സമരം ചെയ്യും. പക്ഷേ സാന്ദർഭികമായി ഇവിടെ വന്ന പ്രതിപക്ഷ എംപിമാരും കേന്ദ്രമന്ത്രിമാരും ഞങ്ങളുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വരികയും ഞങ്ങളുടെ ആവശ്യപ്രകാരം 18 വർഷക്കാലത്തിന്റെ ചരിത്രത്തിലാദ്യമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ചർച്ച ചെയ്യുകയും കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് കേന്ദ്ര ഗവൺമെന്റ് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് നിരവധി സമരങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ മുടിമുറിക്കുന്ന സമരം, ഉപരോധ സമരം, അതുപോലെ നിയമസഭാ മാർച്ച്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നീണ്ടുനിൽക്കുന്ന 47 ദിവസത്തെ ലാഭ സമരയാത്ര, അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള വലിയൊരു പ്രക്ഷോഭം. അത് ഈ നിശ്ചരായ സ്ത്രീകൾ, 233 രൂപ വേതനം കൈപ്പറ്റുന്ന സ്ത്രീകൾ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് എല്ലാ തടസ്സങ്ങളെയും, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള ബാരിക്കേഡ് മറികടന്ന് സ്ത്രീകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ആശമാരുടെ ഓണററി വർദ്ധിപ്പിക്കുവാനും കുടിശ്ശിക തീർത്ത് നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. 1000 രൂപയുടെ വർധനമാണ് നടത്തിയിരിക്കുന്നത്. അത് തുച്ഛമാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത് ലോകത്തിന് തന്നെ നാണക്കേടാണ്. പക്ഷെ ഈ വർധനവ് ഞങ്ങൾ പൊരുതി നേടിയതാണ്. ഞങ്ങൾ 264 ദിവസം ഞങ്ങൾ പെരുമഴയത്ത്, പൊരിവെയിലത്ത്, എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ തെരുവിൽ അന്തി ഉറങ്ങി ഞങ്ങൾ നേടിയെടുത്തത്. അതിൽ നിന്ന് ഞങ്ങളുടെ നേട്ടമാണ്. ഇന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ വർധനവും സംസ്ഥാന സർക്കാരിന്റെ വർധനവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം 2 ഗവൺമെന്റിനെ കൊണ്ടും ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ സമരം സാധ്യതയുണ്ടായി. മറ്റൊന്ന്, കേരളത്തിലെ തൊഴിലാളി സമരങ്ങൾക്ക്, പണിയെടുക്കുന്ന ആളുകൾക്ക് പ്രചോദനമാണ് സമരം. ഏറ്റവും നിഷ്ഠരായ ആളുകൾ ഉറച്ച തീരുമാനമായിരുന്നു. ഞങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഞങ്ങളുടെ ഇടയിൽ ജാതി മത ഭേദങ്ങളില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ഈ സമരം കടന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ, ഇന്ത്യയുടെ സമര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് സമരം. കേരളത്തിൽ സമരങ്ങളില്ലാത്ത 9 വർഷമാണ് കടന്നത്. ഒരു ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായി
ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ നടത്തി സംഘടന തിരിച്ചു പോകുമ്പോൾ അത് എനിക്ക് ഇഷ്ടമായി. വിട്ടുവീഴ്ചയില്ല, വ്യക്തമായ വർധന ഉണ്ടാക്കാനും കൂടിക്കാൻ തീരുമാനിച്ചത്. സർക്കാർ ജീവനക്കാർക്ക് 17% DA കുടിശ്ശികയുണ്ട്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് 18 മാസത്തെ ക്ഷേമനിധിയുടെ പെൻഷൻ കുടിശ്ശികയുണ്ട്. തൊട്ടപ്പുറത്ത് KSRTC തൊഴിലാളികൾ സമരം അവർക്ക് 1200 രൂപ പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികൾ, അവർ 10-30 വർഷക്കാലം KSRTC വളയം പിടിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച ആളുകൾ അവരുടെ പ്രായാധിക്യത്തിൽ വേണ്ടി സമരം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആർക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഖജനാവ് കാലിയായത്? നമ്മൾ അറിയണ്ടേ? ഈ ഖജനാവില് ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോൾ ആർക്ക് കൊടുത്തു? ഇവിടുത്തെ ഒരാൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടോ? തൊഴിലില്ല. PSC നിയമനങ്ങൾ നടക്കില്ല. നിയമന നിരോധനമാണത്. ആർക്കുണ്ട്? അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ എന്തെല്ലാമോ തൊഴിലുകൾ അന്വേഷിച്ച് നടക്കാൻ. അപ്പൊ ഗവൺമെന്റ് ആരുടെ പക്ഷത്താണ്? പക്ഷെ അദാനി ചോദിച്ചാൽ കൊടുക്കാനുണ്ട്. യൂസഫ് അലി നമ്മുടെ ബ്രാൻഡ് അംബാസിഡറാണ്. അദാനി ഈ സർക്കാരിന്റെ പാർട്ണറാണെന്നൊക്കെ പറയുന്ന ഒരു മുതലാളി പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റ്. മറുവശത്ത് തൊഴിലാളികൾ നിൽക്കുക. ഈ ഖജനാവില് പൈസ ഉണ്ട് എന്നുവെച്ചാൽ ആ പൈസ ചെലവാക്കി പല പരിപാടികളും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞ വാഗ്ദാനങ്ങൾ അതൊരു വാഗ്ദാനം മാത്രമായി മാറും. കാര്യം വെച്ചാൽ പല പ്രാവശ്യവും മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാറില്ല. അപ്പം ഇത് നിങ്ങള് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ അതോ? ഇത് കിട്ടും, ഇത് കിട്ടാതിരിക്കാൻ ഇത് വാഗ്ദാനം, ഇതൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള വാഗ്ദാനമല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് 2021 പ്രകടന പത്രികയുടെ വാഗ്ദാനമായിരുന്നു ഒരു ദിവസം 700 രൂപ കൊടുക്കുന്നുള്ളത്. ഞങ്ങൾ ആ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രഖ്യാപനമാണ്. അത് ഗവൺമെന്റ് പ്രൊസീജിയറിന്റെ ഭാഗമാണ്. ഇനി അതിന് പിന്നോക്കം പോകാൻ കഴിയില്ല. അത് നൽകിയേ പറ്റുള്ളൂ. മാത്രമല്ല, ഈ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ പിന്തുണച്ച ഈ സമരത്തെ അങ്ങനെ വാഗ്ദാനം കൊണ്ട് ഇരട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റില്ല. ഈ പ്രസിഡന്റ് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അന്ന് ഈ സ്പീക്കറും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. എന്താണ് ആ ഒരു കാര്യത്തിന് എന്താ ഒരു അഭിപ്രായം പറയാനുള്ളത്? ഞങ്ങൾ അന്ന് സമരത്തിലായിരുന്നു. ഞങ്ങളത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചിലായിരുന്നു. ഞങ്ങൾ ആ സമരത്തെ തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഉണ്ടാക്കി. കാരണം പ്രസിഡന്റിന്റെ സന്ദർശന ദിവസം അദ്ദേഹം വന്ന് താമസിക്കുന്നത് ഏതാണ്ട് 500 മീറ്റർ അകലെയാണ് ഞങ്ങൾ ആ പരിപാടി നടത്തിയത്. അത് അവർക്ക് വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമരം മുഖത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ അതിനോട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ അടുത്ത നടപടികൾ എടുക്കും. നിശ്ചയദാർഢ്യമുള്ള സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ആ സ്ത്രീകൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചത് എന്ത് വില കൊടുത്തും പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു സമവായത്തിലേക്ക് വന്നത്. അതുപോലെ ഇപ്പൊ ഇലക്ഷൻ 2026 ഇലക്ഷൻ വരാൻ പോവാണ്. ഏത് ഗവൺമെന്റ് വരുമെന്നോ ജനങ്ങളാണ് വിലയിരുത്തുന്നത്. പക്ഷെ ഈ ആശാ വർക്കേഴ്സ് കേരളത്തെ എല്ലാ 14 ജില്ലയിലും നല്ലൊരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും ഡെയിലി വർക്ക് എടുക്കുന്ന ആൾക്കാർ. ഇവരുടെ വോട്ട് പ്രതീക്ഷിച്ചാണോ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലോട്ട് പോകാൻ കാരണം? അല്ലല്ല, അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ആശുമാരെ അപമാനിച്ചവർക്ക് വോട്ടില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയുണ്ടായി. അത് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ഇത് ഞങ്ങളുടെ സമരം. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെന്നുള്ളത് ഗവൺമെന്റിന് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഒരു സമരത്തെ എത്ര കാലം അടിച്ചെടുക്കാൻ പറ്റില്ല. സമരത്തെ അങ്ങനെ ദീർഘകാലമൊന്നും അടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് പൊതുസമൂഹത്തിന്റെ ആകെ ആർജിച്ചിരിക്കുന്ന സമരമാണ്. ഇത് വളരെ വ്യക്തമായ പ്ലാനുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്തു എന്നത് അനലൈസ് ചെയ്യുന്നില്ല ഞങ്ങൾ. മറിച്ച് ഞങ്ങളുടെ ഭാഗം പറയുമ്പോൾ ഞങ്ങൾ 265 ദിവസത്തെ സമരം ഈ കേരളത്തെയും ഇന്ത്യയെയും ഇതിലെ ലോകത്തെ തന്നെയും ഈ സമരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ധാരാളം കാര്യങ്ങൾ ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്റലക്ച്വൽസ് ഈ സമരത്തെ പിന്തുണച്ചു. കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള ഭരിക്കുന്ന പാർട്ടി ഒഴിച്ച് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ, അത് 100 കണക്കിന് രാഷ്ട്രീയ പാർട്ടികൾ ഈ കേരളത്തിലുള്ള തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരൊക്കെ അവരുടെ കമ്മിറ്റികൾ കൂടി തീരുമാനിച്ച് അവർ ബാനർ പ്രിന്റ് ചെയ്ത് ഇവിടെ വന്ന് പിന്തുണ അർപ്പിക്കുകയാണ്. നല്ലവരായ മനുഷ്യർ ഒരു മുഴുവൻ ഇവിടെ വരും. കേരളത്തിന്റെ ആകമാനം പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ആ സമരത്തെ അതിന്റെ എല്ലാ സീമകളും കടന്നു. ഇനി അത് കാണാതിരിക്കാൻ, വകവെക്കാതിരിക്കാൻ കഴിയില്ല എന്ന ഘട്ടത്തിൽ തന്നെയാണ് സർക്കാർ പ്രഖ്യാപനം. ഈ 265 ദിവസം കഴിഞ്ഞ് ഇപ്പം വിജയമായിട്ടാണ് ഈ സമരപന്തലിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കേസിൽ ഇനി ഫർദർ അടുത്ത ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വന്നാലും ജനങ്ങളോട് പറയാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ വഹിക്കുന്ന പല ആശാ വർക്കേഴ്സ് പോലെ പല ആൾക്കാരുകളുണ്ട്.
ഇവരോട് എല്ലാവരും പറയുന്ന ഒരു മെസ്സേജ് എന്താ താല്പര്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്തൊരു പോരാട്ടത്തിന് തയ്യാറാവണം തന്നെയാണ്. അത് മാത്രമേ ഉള്ളൂ പരിഹാരം. അത് ഇവിടെ എന്നല്ല, ലോകത്ത് എവിടെ നോക്കിയാലും മനസ്സിലാവും. നമ്മള് എല്ലാ ലോകരാജ്യങ്ങളും നമ്മൾ കാണുകയാണ് പുതിയ പ്രക്ഷോഭങ്ങൾ. ആളുകൾ അവരുടെ ജീവിത പ്രയാസങ്ങളിൽ ഗതിമുട്ടി പൊറുതിമുട്ടി സംഘടിതമായി രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്ത് വരെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്ത് എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പൊ അതൊരു പുതിയൊരു ട്രെൻഡാണ്. ഇനിയും അടങ്ങിയിരിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നൊരു ട്രെൻഡാണത്. അവിടെ ഞങ്ങൾ കേരളത്തിൽ ഈ സ്ത്രീകൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ ഇതിന് മൂവ്മെന്റ് ഒരു വിജയം വരിക്കാൻ നിസ്സാരമല്ല. ഞങ്ങൾക്കിന്റെ ലക്ഷ്യം വലുതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിരവധി പടവുകളുണ്ട്. അതിലൊരു പടവ് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 1 രൂപ വർദ്ധിപ്പിക്കില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ആളുകൾ, ട്രേഡ് യൂണിയന്റെ നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളിൽ വന്നിരുന്ന് മാസങ്ങളോളം ചർച്ച ചെയ്തെടുത്ത് അതേ ആളുകളെ കൊണ്ട് തന്നെ ഈ ഒരു വർധന വരുത്തിച്ചു എന്നുള്ളത് ഞങ്ങളുടെ വിജയമാണ്.